എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് അപ്പോസ്തലനായ യോഹന്നാൻ സ്നേഹത്തിൻ്റെ ആത്യന്തിക ഉദാഹരണം എങ്ങനെ വിശദീകരിക്കുന്നു എന്ന് ശ്രവിക്കാം. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ അധ്യായം ഒരു വിശ്വാസിയുടെ നിർവചിക്കുന്ന അടയാളമായി സ്നേഹത്തെ കേന്ദ്രീകരിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ ലോകത്തിൻ്റെ സ്വയം കേന്ദ്രീകൃതവും വെറുപ്പുളവാക്കുന്നതുമായ പെരുമാറ്റത്തെ ക്രിസ്തുവിൻ്റെ അനുയായികളെ ചിത്രീകരിക്കുന്ന നിസ്വാർത്ഥ സ്നേഹവുമായി താരതമ്യം ചെയ്യുന്നു. ഈ വാക്യത്തിൽ യോഹന്നാൻ സ്നേഹത്തിൻ്റെ ആത്യന്തിക ഉദാഹരണം വിശദീകരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ത്യാഗം മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തിൽ അത്രേ ആത്മത്യാഗപരമായ സ്നേഹം ഉൾക്കൊള്ളാൻ നമ്മെ വിളിക്കുന്നു. ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യം ദൈവത്തിൻ്റെ ഹൃദയത്തെയും ഉദ്ദേശത്തെയും വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സ്നേഹം സകല മനുഷ്യരെയും, അതായത് ലോകത്തെ ആശ്ലേഷിക്കുവാൻ തക്ക വിശാലതയുള്ളതാണ്. ദൈവം തൻ്റെ പുത്രനെ പാപത്തിനു യാഗമായി ക്രൂശിൽ നൽകി. പാപപരിഹാരം ദൈവഹൃദയത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. ദൈവം അതിന് നിർബന്ധിതനായതല്ല. വിശ്വസിക്കുക എന്നതിൽ 3 പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്നു. ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനും നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ ഏകരക്ഷകനും ആകുന്നു എന്ന ഉത്തമ ബോധം, ക്രിസ്തുവിനോടുള്ള സ്വയം സമർപ്പിത കൂട്ടായ്മയും അനുസരണവും നമ്മെ ആത്യന്തിക രക്ഷയിലേക്കും സ്വർഗത്തിലെ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്കും വരുത്തുവാൻ ക്രിസ്തു മനസ്സുള്ളവനും കഴിവുള്ളവനും ആകുന്നു എന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം. നശിക്കുക എന്നത് ഈ വചനത്തിൽ പലപ്പോഴും സ്മരിക്കപ്പെടുന്ന ഒരു പദമാണ്. നിത്യശിക്ഷ വിധി എന്ന ഭയങ്കര യാഥാർത്ഥ്യത്തെയാണ് അത് കാണിക്കുന്നത്. നിത്യജീവൻ നാം പുതുതായി ജനിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ്. നിത്യജീവൻ എന്നത് നിലനിൽക്കുന്നതും ദൈവീകവും സാത്താന്റെയും പാപത്തിൻ്റെയും ശക്തിയിൽ നിന്നും ഭൗതികമായതിനാൽ നിന്നും നമ്മെ സ്വതന്ത്രമാക്കുന്നതുമായ ജീവിതമാണ്. യോഹന്നാൻ യേശുവിൻ്റെ ത്യാഗപരമായ സ്നേഹവുമായി മറ്റുള്ളവരെ അതേ രീതിയിൽ സ്നേഹിക്കാൻ വിളിക്കുന്നു, വിശ്വാസികളുമായി ബന്ധിപ്പിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം മൂർത്തവും വിലയേറിയതുമായിരുന്നതുപോലെ അവൻ്റെ അനുയായികളുടെ സ്നേഹവും ആയിരിക്കണം. വാക്കുകൾക്കും വികാരങ്ങൾക്കും അപ്പുറം സമയം, വിഭവങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ആശ്വാസം എന്നിവ ആവശ്യമായി വന്നേക്കാവുന്ന സ്നേഹത്തിൻ്റെ പ്രായോഗിക പ്രകടനങ്ങളിലേക്ക് നീങ്ങാൻ ഈ വാക്യം നമ്മെ വെല്ലുവിളിക്കുന്നു. ക്രിസ്തീയ സ്നേഹം സാംസ്കാരിക വിരുദ്ധവും പരിവർത്തനവുമാണെന്ന് ഊന്നിപ്പറയുന്നു. നാം ക്രിസ്തുവിൻ്റെ സ്നേഹം ഉൾക്കൊള്ളണം, ത്യാഗപൂർവ്വം സ്നേഹിക്കണം, നമ്മുടെ സമൂഹത്തെ സേവിക്കണം, നിസ്വാർത്ഥമായി ജീവിക്കണം, സ്നേഹത്തിൻ്റെ സാക്ഷിയാകണം. സ്നേഹപിതാവേ, യേശുവിൻ്റെ സ്നേഹത്തിൽ ആൻ്റെ ആഴം മനസ്സിലാക്കാനും മറ്റുള്ളവരുമായ ബന്ധത്തിൽ ആ സ്നേഹം അനുകരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ നാം ക്രിസ്തുവിനെ ബഹുമാനിക്കുക മാത്രമല്ല, അവൻ്റെ സ്വഭാവം ലോകത്തിന് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.